SIR വഴി വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായവർക്കായി വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങും എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ 24 ലക്ഷത്തോളം പേർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. 2,78,50,856 ആയിരുന്നു വോട്ടർമാർ ആകെ എങ്കിൽ ആകെ 2,54,47,352 വോട്ടർമാരാണ് കരട് പട്ടികയിലുള്ളത്. മരിച്ചവർ 6,49,855 കണ്ടെത്താനാകാത്തവർ ഏതാണ്ട് അത്രയും തന്നെ 6,45,548. സ്ഥലം മാറിപ്പോയവർ 8,20,622. 91% പേരും ഈ ഫോറം പൂരിപ്പിച്ച് നൽകിയെന്നാണ് CEO പറയുന്നത്. 8.65% അഥവാ 2,44,503 പേർ അത്ര എണ്ണം ഫോമുകൾ തിരികെ കിട്ടാനുമുണ്ട്. അപ്പോൾ ഈ കണ്ടെത്താനാവാത്തവരും ഫോം തിരികെ തരാത്തവരും സ്ഥലം മാറിപ്പോയവരുമൊക്കെ യഥാർത്ഥത്തിൽ ആരാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്നുള്ള ആലസ്യത്തിൽ നിന്നുണർന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും SIRന്റെ പിറകെ പോകുമോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി CPM വക്താവ് A. സമ്പത്ത്, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, BDJSന്റെ പ്രതിനിധി C. സതീശൻ എന്നിവർ. ആദ്യം സമ്പത്തിലേക്ക്. സമ്പത്ത്, ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ പട്ടികയിൽ ഇപ്പോൾ പുറത്തുള്ളവരിൽ വോട്ട് ചെയ്യാൻ അർഹരായവരുമുണ്ട് എന്ന്. പക്ഷെ അവരാരാണ് എന്ന് കണ്ടെത്തുക ഇനി ദുഷ്കരമാണ്. അതുപോലെ തന്നെ ദുഷ്കരമാണ് ഇനി ആരുടെയൊക്കെ പേരാണ് ഇനി ചേർക്കുക, അത് ആരൊക്കെ ചേർക്കും? അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അത് നിലവിലുള്ളതിനേക്കാൾ പ്രശ്നമുള്ളതാണ്. നിലവിലുള്ളതിനേക്കാൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുറത്താക്കപ്പെട്ട വോട്ടർമാരിൽ ഭൂരിഭാഗവും BJP മുന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിലാണ് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. യഥാർത്ഥത്തിൽ CPM ഒരു പാർട്ടി എന്ന നിലയിൽ SIRനെ ഗൗരവത്തിലെടുക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? ജിംസ്, ആദ്യമായി നമ്മുടെ മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരാനായി ആഗ്രഹിക്കുകയാണ്. കാരണം അത് നമ്മളിപ്പോൾ നമ്മുടേതായ ആഘോഷങ്ങളും നമ്മുടെ കൂട്ടായ്മകളും അതെല്ലാം വലിയ വെല്ലുവിളികളും ഭീഷണികളും ജീവഭയം പോലെ ഉണ്ടാകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കേരളം ഇക്കാര്യത്തിൽ നമ്മുടെ എല്ലാം ഒരു ഐക്യവും നമ്മുടെ ആ ഒരു സൗഹൃദവും മാതൃകയായി മാറട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. താങ്കളുടെ ചോദ്യം ഇതേ വിഷയത്തിൽ പലപ്പോഴും അജിംസിനോടൊപ്പം ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ എഴുതണമെന്ന് പോലും ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഇത് ഞാനൊരു 2-3 മിനിറ്റ് ആദ്യം ഒന്ന് എടുത്തോട്ടെ, മറ്റ് ചങ്ങാതിമാർ പറഞ്ഞോട്ടെ. ഞാൻ എന്തെങ്കിലും കൂടുതൽ രാഷ്ട്രീയമായ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ തീവ്ര പരിഷ്കരണം, വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം, നമ്മൾ ഈ SIR എന്ന ചുരുക്കപ്പേരിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ളത്, ഇതൊരു മരുന്നാണ് എന്ന് നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വസിക്കുന്നുവെങ്കിൽ ആ മരുന്നിനുള്ള രോഗത്തെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ രോഗം? പഴയ ഡീമോണിറ്റൈസേഷൻ ഓർമ്മയുണ്ടല്ലോ. ആ ഡീമോണിറ്റൈസേഷൻ ഈ രാജ്യത്ത് തണുപ്പ് ബാധിച്ചു വരുന്ന ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയത് പോലും അതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നീട് താങ്കൾ ഉൾപ്പെടെയുള്ള ചങ്ങാതിമാർ, മാധ്യമപ്രവർത്തകർ, പല ആളുകളും, ആദ്യം പല നേതാക്കളും ഇതിനെ സ്വാഗതം ചെയ്തവരുണ്ട്. അവർ പോലും പിന്നീട് പറയുകയുണ്ടായി, ഇതെന്തിനു വേണ്ടിയുള്ള മരുന്നായിട്ടാണ് വന്നത്, രോഗിയെ കണ്ടുപിടിക്കാൻ ഒരു മരുന്ന് അന്വേഷിച്ച് മരുന്നും കൊണ്ടിങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇതെൻ്റെ റേഷൻ കാർഡാണ് ജിംസെ. എൻ്റെ വീട്ടുകാരിയുടെ, എൻ്റെ സഹധർമ്മിണിയുടെ, സാധാരണ അങ്ങനെയാണല്ലോ, നമ്മുടെ ഗൃഹനാഥയുടെ പടമാണല്ലോ റേഷൻ കാർഡിൽ അച്ചടിച്ച് വയ്ക്കുക. ഇതൊരു സ്വകാര്യ ഡോക്യുമെൻ്റൊന്നും അല്ലാത്തത് കൊണ്ട് ഞാനിത് കാണിച്ചതാണ്. ഈ റേഷൻ കാർഡിലെ എൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള 4 പേരുടെ പേര് ഇതിനകത്തുണ്ട്. അവസാനത്തെ പേരാണ് എൻ്റെ പേര്. ആദ്യത്തെ പേര് എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ സഹധർമ്മിണിയുടെ പേരാണ്. രണ്ടാമത്തേത് എൻ്റെ മകളുടെ പേരാണ്. മൂന്നാമത്തേത് ഇപ്പോഴും പ്രായപൂർത്തിയായിട്ടില്ല എൻ്റെ മകൻ്റെ പേരാണ്. നാലാമത്തേത് ഈ ഗൃഹനാഥൻ ഞാനാണ്. അപ്പോൾ എൻ്റെ പേരാണ്. എൻ്റെ തൊഴിൽ പൊതുപ്രവർത്തനമായിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതിൽ എൻ്റെ മകൾക്ക് ഇപ്പോഴും വോട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ മകൾക്ക് 2002 പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞാൽ ശരി, അത് മനസ്സിലാകും. എൻ്റെ മകൾക്ക് വോട്ടില്ല. ഇവിടെ എൻ്റെ മകളുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി കൊടുത്തതായ ഫോറത്തിൻ്റെ കോപ്പിയാണിത് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് എൻ്റെ മകൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ട് അങ്ങനെ ചേർക്കുന്നതിന് വേണ്ടി കൊടുത്തത്. ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടും ഇപ്പോഴും എൻ്റെ പുത്രിക്ക് വോട്ടില്ല.
നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ആരെ വെട്ടിമാറ്റാനാണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യങ്ങൾ വളരെ സമ്പത്ത് ഇത് കേരളം പോലുള്ള ഒരു പറയുന്നത് ഒരലിന്റെ സങ്കടം മദ്ദളത്തോടെ എന്ന പോലെയാണ്. എൻ്റെ വീട്ടിൽ 4 വോട്ടുണ്ട്. വോട്ട് ചെയ്യാൻ പ്രായപൂർത്തിയ ആളുകളുണ്ട്. 4 പേർക്കും കരട് പട്ടികയിൽ വോട്ടില്ല. ഞങ്ങളും ഫോറം പൂരിപ്പിച്ച് നൽകിയതാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണെങ്കിൽ അജിംസേ, നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ എങ്ങനെ ഇരിക്കും? അപ്പം ഞാനിത് പറയുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഇനി ആൾ ഹാജരാകണം എന്നുള്ളതാണ് അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം. ഹിയറിംഗ് ആണല്ലോ, ഹിയറിങ്ങിന് ഹാജരാകണമെന്നാണല്ലോ. എൻ്റെ മകളൊരു സൈക്കോളജിസ്റ്റാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും, ചിലപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ആ കുട്ടിയുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകൻ മാത്രമല്ല, ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. താങ്കളുടെ റിപ്പോർട്ടർമാർ പല ആളുകളുമുണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക സമയം, ആ സമയം നിശ്ചയിച്ച് ഈ വ്യക്തി ഹാജരാകണം എന്നുള്ള നിലയിലേക്ക്. ഇതിൻ്റെ ചുരുക്കം എന്താണെന്നറിയോ? ഇതിൻ്റെ ചുരുക്കം എന്നുള്ളത് അജിംസെ, ഈ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ പൗരന്മാരുടെ വോട്ടവകാശം സംബന്ധിച്ച് അങ്ങനെ ഒരു ഹിയറിംഗ് നോട്ടീസ് പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കണക്കനുസരിച്ച് 24 ലക്ഷം പേര് പുറത്താണ്, കേരളത്തിലെ തന്നെ. ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് മറ്റു പല സംസ്ഥാനങ്ങളുടെയും ദുരവസ്ഥ എന്നുള്ളത്. ഇവിടെ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമ്പത്ത്, ഇതിൽ കള്ളവോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, അജ്ഞാത വോട്ടർമാരുടേതൊക്കെ ശരിയാണ്. പക്ഷെ അർഹരായവരുടെ വോട്ട് പോകും എന്നുള്ളത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എൻ്റെ ചോദ്യം, CPM പോലൊരു പാർട്ടി ഇതിനെ എത്ര ഗൗരവത്തിലെടുത്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഇനിയെങ്കിലും നിങ്ങൾ ഇതിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ MP-മാർ പാർലമെൻറ്റിൽ പലതവണ ഇക്കാര്യം ഉന്നയിച്ചതാണ്. 2, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇപ്പോഴും ഇത് സംബന്ധിച്ച കേസ് നിലവിലിരിക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം അവിടെ കേസ് നിലവിലിരിക്കുകയാണ്. അതിനുശേഷവും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പലതും നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞു. 3-ാമത്തെ കാര്യം, ജനങ്ങളെ ബോധവാന്മാരാക്കാൻ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇങ്ങനെ ആയിരക്കണക്കിന് പ്രവർത്തകർ അവർ ഓരോ ജില്ലയിലും, അത് ഞങ്ങൾ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുമെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കേരള സംസ്ഥാന സർക്കാർ തന്നെ കോടതിയിൽ ബോധിപ്പിച്ചത് ഇതിന് പ്രധാനമായി ആരാണ് വേണ്ടത്? രാഷ്ട്രീയ പ്രവർത്തകരാണ്. നമ്മൾ സർക്കാർ ജീവനക്കാരെ മാത്രം അങ്ങനെ ആശ്രയിച്ചതുകൊണ്ട് കാര്യമില്ല. മറ്റേതെങ്കിലും ജില്ലകളിൽ നിന്ന് വന്ന് ഒരു ജില്ലയിൽ അത്തരത്തിൽ ജോലി ചെയ്യുന്നതായ ഈ സർക്കാർ ജീവനക്കാരെ ഇതിനായി നമ്മൾ വിനിയോഗിക്കാം. അത് പറയുന്നത് ഒരു ബ്യൂറോക്രാറ്റിക് ചട്ടക്കൂടിൻ്റെ ഭാഗമായിട്ടാണ്. ആ പാവം മനുഷ്യർ, അവർക്ക് അറിഞ്ഞുകൂടാത്ത, അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളെ തേടി പല വീടുകളിലും, വീടുകളുടെ കോണുകളിലും, ഫ്ലാറ്റുകളിലും മറ്റു പലയിടത്തും, അറിയാമല്ലോ അജിംസെ, പലതും ഒരു ഇൻഅക്സസിബിളാണ്. ചില സ്ഥലങ്ങളിലേക്കൊക്കെ അവിടെ ഒന്ന് പ്രവേശിക്കാൻ പോലും കഴിയില്ല. അവിടേക്കൊന്ന് ചെല്ലണമെങ്കിലോ, ഒന്ന് അവരെ അറിയണമെങ്കിലോ, ഒന്ന് മുട്ടി വിളിക്കണമെങ്കിലോ ആ പ്രദേശത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടായേ മതിയാവൂ. രാഷ്ട്രീയ പ്രവർത്തകരെ, രാഷ്ട്രീയ പാർട്ടികളെ എത്ര അടച്ചാക്ഷേപിക്കുന്നവരും ഒരു കാര്യത്തിൽ യോജിക്കുന്നത്, ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരെയാണ് നമുക്ക് പെട്ടെന്ന് ആശ്രയിക്കാനായി കഴിയുക. ഇവിടെ തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം എന്നുള്ളത്, നിങ്ങൾ ഇന്ത്യയിലെ പൗരനാണ്, നിങ്ങൾ പ്രായപൂർത്തിയായ ആളാണ്, നിങ്ങൾക്ക് സഹോദരി നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട്, നിങ്ങൾ ചേരണം, വോട്ടവകാശം ഏറ്റവും മുഖ്യം എന്നുള്ളതിൽ നിന്ന് മാറി വി ആർ ജസ്റ്റ് ലൈക്ക് വി ആർ ബെഗിങ് അറ്റ് ദ ഡോർസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിലേക്ക് മാറുകയല്ലേ? അല്ലേ? ഭരണകൂടത്തിന്റെ വാതിൽ പടിക്കൽ നമ്മൾ ചെന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്ന നിലയിലേക്ക്. എന്റെ ചോദ്യം ഈ രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്രീകരിച്ചാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി ആവശ്യമാണ്. വോട്ടർമാരുടെ ആവശ്യം, പൗരന്മാരുടെ ആവശ്യം പോലെ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടി ആവശ്യമാണ്. വോട്ടർമാരുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റൂ. എൻ്റെ ചോദ്യം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഉൾപ്പെടെ, എൻ്റെ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ വോട്ടുണ്ട് എന്ന് അവിടെയുള്ള പ്രാദേശികമായ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഉറപ്പുവരുത്തിയിരുന്നു. അത് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ആണെങ്കിലും അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും. പക്ഷെ അങ്ങനെ ഒരു ഉറപ്പുവരുത്തൽ SIR പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നില്ല. ഇത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള LSTD തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാവരും അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രമല്ല, സ്വതന്ത്രരായ ഒരുപാട് പേര് മത്സരിക്കുമല്ലോ ജിംസെ. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു 1000-ഓളം, ഏതാണ്ട് 1200 അല്ലേ, ഏകദേശം ഒരു കണക്കൊക്കെ പറഞ്ഞാൽ അത് വെച്ചിട്ട് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം തന്നെ 10,000 കണക്കിനാണ്. അതിൽ ഒരുപാട് പേര് സ്വതന്ത്രരായിട്ട് ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിലാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു,
കുറേ പേര് തിരഞ്ഞെടുക്കപ്പെട്ടു, കുറേ പേര് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞുള്ള വോട്ടർ പട്ടികയിൽ ഇപ്പോൾ നമ്മൾ ഇത്തരം കാര്യത്തെ സംബന്ധിച്ചുള്ള ചെയ്ത വോട്ടുകൾ, അതിൻ്റെ കണക്ക് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുടേത് പോവുകയാണ്. സ്ഥാനാർത്ഥികളായിരുന്നവർ അവരുടേതായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ അത് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഒക്കെയുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സമയം പോരാ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബഹുമാനപ്പെട്ട കോടതിയിൽ നമ്മളത് സൂചിപ്പിച്ചതാണ്. ഇതിൽ പ്രവർത്തിക്കേണ്ടവരായിട്ടുള്ള ഈ താങ്കൾ സൂചിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരായിട്ടുള്ളവർ വളരെ അതിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഏതാണ്? തെരഞ്ഞെടുപ്പിനാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക. ഇപ്പം നമ്മൾ അതിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 24 ലക്ഷം പേർ ഈ പട്ടികയ്ക്ക് പുറത്ത് എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനർത്ഥം എന്താണ് സമ്പത്ത്? ആ 24 ലക്ഷം പേരും അർഹരായവർ പുറത്തായതല്ല, കള്ളവോട്ടാണ് എന്നാണോ? അല്ല, ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറഞ്ഞിട്ടുള്ളതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞത് കണ്ടെത്താൻ സാധിക്കാത്തവരുടെ എണ്ണവും അജിംസ് സൂചിപ്പിച്ചതുപോലെ മരിച്ചവരുടെ എണ്ണവും ഏതാണ്ട് തുല്യമാണ് അല്ലേ? ഇവർ പറയുന്നതിൽ 2.33% ഏതാണ്ട് 2.32% എന്നൊക്കെ പറയുന്നത് ഈ കണ്ടെത്താൻ കഴിയാത്തതായി കേരളത്തിൽ ഇങ്ങനെ 6.5 ലക്ഷത്തോളം പേർ എന്ന് പറഞ്ഞാൽ താമസം മാറിയവർ അതിൽ 8,16,222 പേർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഒന്നിലധികം പട്ടികയിലുള്ളവർ കേരളത്തിലെ 14 ജില്ലകളിലായി ഒന്നിലധികം പട്ടികയിലുള്ളവരായി 0.49%, 1,36,029 പേരെയാണ് ഒന്നിലധികം പട്ടികയിലുള്ളതായി അവർ പറയുന്നത്. പക്ഷേ ഈ മറ്റുള്ളവരോ? അപ്പോൾ ഈ 3, 3 2 5, 5 2 7, ഏതാണ്ട് 7% പിന്നെ മറ്റുള്ളവരായി കുറേ പറയുന്നത് ഏതാണ്ട് 7.5% ആളുകൾ അവരുടെ വോട്ടവകാശം അങ്ങനെ നഷ്ടപ്പെടുക എന്നുള്ളത് അതിൽ 7.5% 7 പേരുടേതായാലും അർഹരായിട്ടുള്ളവരുടെ വോട്ടവകാശം നഷ്ടപ്പെടാൻ പാടില്ല. ഭരണം മാറാനുള്ള അല്ല ധാരാളം എന്ന് മാത്രമല്ല, ഇത് നമ്മൾ 7% എന്നത് ഇപ്പോൾ ഇത് മൊത്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജിംസെ, 24 ലക്ഷം പേർ പുറത്ത്. മരിച്ചവരുടേത് ശരി, ഞാൻ സമ്മതിച്ചു, മരിച്ചവരുടേത് ശരി. സന്തോഷം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഒരു നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരുമെന്നാണ്. അതായത് ആധാറും മതിയാവുന്നില്ല എന്നതിനർത്ഥമാണല്ലോ നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഒരു നേറ്റിവിറ്റി കാർഡ് എന്നാണ് വരുന്നത്. അതുപോലെ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുന്നുണ്ട് വില്ലേജിൽ കേന്ദ്രീകരിച്ച്. ഇതൊക്കെ തികച്ചും സാങ്കേതികമായ പ്രഖ്യാപനങ്ങളാണ്. ആളുകൾ ഇനി ഹെൽപ്പ് ഡെസ്കിൽ പോയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണോ, ഇനി നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്ന് വോട്ടവകാശം ഉറപ്പിക്കുകയാണോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണിയുണ്ട്. അത് ഈ SIRൽ നിന്ന് പുറത്ത് നിൽക്കുന്ന 24 ലക്ഷം പേരാണ്. അതിൽ കുറേ അധികം പേർ മരിച്ചു പോയിട്ടുണ്ട്, കുറേ പേർ സ്ഥലം മാറി. ഇതൊക്കെ കണക്ക് ശരിവെച്ചാൽ പോലും വലിയൊരു ശതമാനം ആളുകൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. അതിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടാകാം, കള്ള വോട്ടുകൾ ഉണ്ടാകാം, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ അർഹരായവർ പുറത്തുണ്ട് എന്നുള്ളതിന് ഇപ്പോൾ ഈ പാനലുള്ളവർ തന്നെ സാക്ഷിയാണ്. എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കാൻ പോകുന്നതിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമുക്ക് ബീഹാറാണ് നമ്മൾ ഇതിലെ ആദ്യത്തെ സംസ്ഥാനം. അന്ന് നമ്മളൊക്കെ വല്ലാതെ പേടിച്ചു. കേരളത്തിലേക്ക് വരുമ്പോൾ അത് കുറയും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. 7 കോടി വോട്ടർമാരുള്ള ബീഹാറിൽ 54 ലക്ഷം പേരാണ് പുറത്തു പോയതെങ്കിൽ 2.25 കോടി ഉള്ള 7 കോടിയുള്ള ബീഹാറിൽ 2.25 കോടിയുള്ളിടത്ത് 24 ലക്ഷം പുറത്തുപോയി എന്ന് മാത്രമല്ല 20 ലക്ഷം ആളുകൾ ഹിയറിങ്ങിന് ഹാജരാവണം. ഒരുപക്ഷെ 24 + 20 44 എന്ന് കണക്കുകൂട്ടുന്നതായിരിക്കും നല്ലത്. അതിൽ കുറച്ച് പേരൊക്കെ ഹിയറിങ്ങിലകത്ത് കയറിയേക്കാം. അതിൽ മരണപ്പെട്ടു പോയ ഒരു 6 ലക്ഷം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എവിടെയെന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് മുമ്പിലുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് വളരെ ധൃതിപ്പെട്ട് ഒരു പ്രയാസങ്ങൾ സൃഷ്ടിച്ച് പ്രത്യേകിച്ചും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അതേ സമയത്ത് തന്നെ ഈ SIR അടിച്ചേൽപ്പിച്ച് പിന്നീട് അതിനുവേണ്ടിയുള്ള കോടതി നടപടികൾ വീണ്ടും ഒരു എക്സ്റ്റൻഷൻ 18 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയ ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സും ഈ SIR ഒരേപോലെയാണ് തുടങ്ങിയത്. ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങൾ പരിശീലനം കൊടുത്ത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന്. വീടാന്തരം കയറുന്ന ആളുകൾക്ക് ഒരു വീട്ടിൽ കയറി വോട്ട് ചോദിച്ച് 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് 1/2 മണിക്കൂറും 3/4 മണിക്കൂറും ഞങ്ങൾ നിന്നത് ഈ SIRന്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരുപക്ഷെ ആ ജാഗ്രതയാണ് ഇത്രയെങ്കിലും ആളുകൾ ഇതിനകത്തേക്ക് കയറിയതിൻ്റെ കാരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പുറത്താക്കപ്പെട്ടവർ പുറത്തു പോയവരെ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് നമ്മൾ ജാഗ്രതയാണോ എന്ന് അജിംസ് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ വോട്ടർ പട്ടിക എല്ലായിടത്തും എത്തിച്ചു. ഇന്നലെ തന്നെ യോഗം കൂടി വോട്ടർ പട്ടിക കൊടുത്ത് പഠനം തുടങ്ങി. ആ പഠനം തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത്ര ധൃതിപ്പെട്ടതിൻ്റെ റിസൾട്ട് അതിനകത്തുണ്ട്. അച്ഛനുള്ള സ്ഥലത്തല്ല മകളുള്ളത്, മകളുള്ള സ്ഥലത്തല്ല അമ്മയുള്ളത്. ബൂത്തുകൾ, പുതിയ ബൂത്തുകൾ ഏകദേശം ഒരു പഞ്ചായത്തിൽ ശരാശരി 5-6 ബൂത്തുകളെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ട്. ബൂത്തുകളുടെ ഭൂമി
ഭൂമിശാസ്ത്രം മാറി. അപ്പോൾ പുതിയ ബൂത്തുകൾ വന്നു. ആ ബൂത്തുകളിലൊന്നും BLO വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മാസക്കാലം BLOയുടെ സേവനം അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പത്രസമ്മേളനത്തിനകത്ത് തന്നെ പറഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആശാ വർക്കർമാരെയോ അംഗനവാടിക്കാരെയോ ഒക്കെ നോക്കാമല്ലോ എന്ന ഒരു അലസമായ മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ അംഗനവാടി ടീച്ചർമാർ തന്നെ BLOമാരാക്കി. അല്ല, ഇന്നലെ അദ്ദേഹത്തിന് പത്രസമ്മേളനത്തിനകത്ത് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പുതുതായി വരുന്ന ബൂത്തുകൾക്കകത്ത് BLO ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺക്രീറ്റ് ആയ ഒരു ഡിസിഷൻ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അവിടെയാണ് നമ്മൾ തട്ടിപ്പിനെ പേടിക്കുന്നത്. നേരത്തെയൊക്കെ അലന്തിലോ അല്ലെങ്കിൽ മഹാദേവപുരയിലോ അംഗനവാടി ടീച്ചർമാരെ പറഞ്ഞപ്പോഴാണ് എൻ്റെ വാർഡിലെ BLOയോട് ഞാൻ ഈ ഫോം പൂരിപ്പിച്ച് നൽകുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്ത് തരാമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം പോലും ഇല്ലാത്ത ഒരാളെയാണ് BLO ആക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ച ആളുകൾ BLOമാരാണ്. ആ BLOമാർ ചില ആളുകൾക്കൊക്കെ അത് അപ്ലോഡ് ചെയ്യാൻ ശേഷിയുള്ള അല്ലെങ്കിൽ IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ടാവും. അല്ലാത്ത അംഗനവാടി വർക്കർമാരെ പോലെയുള്ള അടുത്ത കാലത്ത് മാത്രം സാങ്കേതിക വിദ്യയിൽ പരിജ്ഞാനം നേടിയ ആളുകളൊക്കെ ഒരു 1.5 മാസക്കാലം പെട്ട കഷ്ടപ്പാട് അവരുടെ വീട്ടിനകത്തേക്ക് നമ്മൾ വോട്ട് ചോദിച്ച് രാത്രിയൊക്കെ പോകുമ്പോൾ പെട്ട മക്കളൊക്കെ ഇരുന്നു കൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കഷ്ടപ്പാടും അവരുടെ പ്രഷറും ഒക്കെ ആത്മഹത്യ വരെ സംഭവിച്ചത് നമ്മൾ കണ്ടു. എന്തിനായിരുന്നു ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ധൃതി എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഉത്തരം കിട്ടാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഇത് മുറിച്ച് ഇപ്പം എനിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ബൂത്തിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ മുറിച്ച് പുതിയ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോഴാണ് നമ്മളൊന്നും കാണാത്ത ആളുകളെ എല്ലായിടത്തും എന്ന് പറയുന്നതിന് വളരെ സെലക്റ്റീവായ ഇടത്തേക്ക് WWW അച്ഛനായ അല്ലെങ്കിൽ 0 ഹൗസ് നമ്പറുള്ള ആളുകളൊക്കെ കയറി വരാൻ വേണ്ടിയുള്ള ഒരു വഴി ഒരുക്കിയതാണോ എന്ന സംശയമാണ് ഉള്ളത്. അത് കേരളത്തിനെ സംബന്ധിച്ചോളം നമുക്ക് വളരെ പേടിക്കേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും BJP ഒക്കെ ഒരു എഡ്ജിൽ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് സംഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. എത്ര അലേർട്ടായി കഴിഞ്ഞാലും നമ്മൾക്കറിയാം ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ അലേർട്ടാവും അല്ലെങ്കിൽ സിറ്റികളിൽ പാർട്ടി പ്രവർത്തനങ്ങളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അലേർട്ടാവുകയും ചെയ്യാം. പക്ഷെ ചിലയിടങ്ങളിലെങ്കിലും അന്തിമ വോട്ടർ പട്ടികയ്ക്ക് ശേഷവും വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഒരു ജ്യൂസ് അടിക്കലാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങളിങ്ങനെ ധൃതിപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അലേർട്ടായി നിൽക്കുമ്പോൾ എല്ലാവരും ആശങ്കയിലേക്ക് വഴിമാറിപ്പോയ സമയത്ത് ആരെങ്കിലുമൊക്കെ കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ പൊന്നാനിക്കാരൻ തൃശ്ശൂരിൽ പോയി വോട്ട് ചെയ്യുന്നു, തിരുവനന്തപുരത്തുകാരൻ തൃശ്ശൂരിൽ പോയി വോട്ട് ചെയ്ത ഒരു സാഹചര്യം കേരളത്തിനകത്ത് പോലും ഉണ്ടായിട്ട് നമ്മളൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഞങ്ങൾ അലേർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട് ബൈ ഇലക്ഷൻ ജൂൺ മാസത്തിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് വോട്ട് ചേർക്കുന്നവരുടെ പട്ടിക അന്ന് തന്നെ എടുത്ത് അവരിവിടുത്തുകാരാണോ എന്ന് ഉറപ്പുവരുത്തി ആവശ്യമായ പ്രക്രിയകൾ നമ്മൾ ചെയ്യണമെന്ന് പാലക്കാട് ഇലക്ഷനിൽ ചെയ്തിരുന്നു. അതൊരു പരിധി വരെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതേ ജാഗ്രത ഞങ്ങൾ പാലക്കാട് നഗരം കേന്ദ്രീകരിച്ച് വ്യാജ വോട്ടുകൾ ഉണ്ടായിരുന്നു. വ്യാജ വോട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത, അതായത് തൃശ്ശൂരിൽ വന്നു എന്നുള്ളത് നമുക്ക് ജൂൺ മാസം 4-ാം തീയതി വന്ന റിസൾട്ട് കഴിഞ്ഞ് ഒരു 10-15 ആകുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. ആ മാസം അവസാനമാണ് നമ്മൾ പാലക്കാട് ആദ്യത്തെ യോഗം വിളിച്ചത്. ആദ്യത്തെ യോഗത്തിനകത്ത് നമ്മളോടൊക്കെ പറഞ്ഞത്, ഞങ്ങളൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്ത സമയത്ത് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് നഗരത്തിനകത്ത് തൃശ്ശൂർ മോഡൽ വരാനുള്ള സാധ്യതയുണ്ട്, അതിനെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പാലക്കാടിലെ ഓരോ വോട്ടും ചേർക്കപ്പെട്ട ഓരോ വോട്ടിനെ പറ്റിയും ഞങ്ങൾക്ക് ധാരണയുണ്ടായിരുന്നു. ആ ധാരണയ്ക്ക് അടിസ്ഥാനത്തിലാണ് പാലക്കാട് ബൈ ഇലക്ഷൻ ഞങ്ങൾ നേരിട്ടത്. അതുകൊണ്ട് പാലക്കാട് ബൈ ഇലക്ഷനിൽ നിങ്ങൾ വ്യാജ വോട്ടുകൾ നീക്കം ചെയ്തിരുന്നു. പൊതുവെ ചേർക്കാൻ നിജേഷിന് വോട്ടുണ്ടല്ലോ അല്ലേ കരട് വോട്ടർ പട്ടികയിൽ? എന്റെ വോട്ടുണ്ട്. എന്റെ ബ്രദർ വോട്ടേ കാണാതെ ഉള്ളൂ. അത് തപ്പി പിടിക്കണം എവിടെയാണെന്ന് നോക്കിയിട്ട്. ശരി, സി സതീശൻ, ഈ ബഹളങ്ങൾക്കിടയിൽ ഒരു ടെൻഷനുമില്ലാതെ വളരെ കൂളായി നിൽക്കുന്നത് NDAയിലെ ഘടകകക്ഷികളാണ്, BJPയും BDJS ഒക്കെയാണ്. അവർക്ക് യാതൊരു പരാതിയുമില്ല, പരിഭവമില്ല. 24 ലക്ഷം വോട്ട് വെട്ടിമാറ്റിയാലും പരാതിയില്ല, വോട്ടില്ല എന്ന് പറഞ്ഞാലും പരാതിയില്ല, ഒന്നിലും ഒരു പരാതിയില്ല. എങ്ങനെ സാധിക്കുന്നു ഇത്? ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനു പേടിക്കണം? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് കള്ളവോട്ടുകൾ, വോട്ട് ഇരട്ടിപ്പിക്കൽ ഇവയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രക്രിയ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിനെ എന്തിനാ പേടിക്കുന്നത്? അല്ല, പേടിയല്ല സതീശൻ. പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ പൗരത്വ രേഖകളുള്ള ഒരാളാണ്. എനിക്ക് വോട്ടില്ല. അതൊരു പ്രശ്നമല്ലേ? അതല്ലേ പറഞ്ഞത്. ഞാൻ പറയാം, ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. ഇപ്പം നിജേഷ് ഇവിടെ പറഞ്ഞല്ലോ, ഇവരുടെ 2 കൂട്ടരുടെയും പേടി എന്താണെന്ന് പറഞ്ഞാൽ, നിജേഷ് ഇവിടെ പറഞ്ഞെന്താണ്, BJP എഡ്ജിൽ നിൽക്കുന്ന സ്ഥലത്ത് ഇത് അപകടമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പേടിക്കാത്ത എന്താണ്, ഞങ്ങളിവിടെ കള്ളവോട്ടൊന്നും ചേർത്തിട്ടില്ല.
കള്ളയോട്ട് ചേർത്തവർ തീർച്ചയായിട്ടും ഇത് പേടിക്കേണ്ട അല്ല, അവസ്ഥയാണ്. കള്ളയോട്ട് ചേർത്തിട്ടില്ല എന്നെങ്ങനെയാണ് ധൈര്യത്തോടെ അതാണ് ഇതിന്റെ മെയിൻ പറയുന്നത്? കാരണം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന വോട്ടുകൾ കുത്തനെ കുറഞ്ഞു. ആ വന്നവരൊക്കെ തിരിച്ചുപോയി. വന്ന് വോട്ട് ചെയ്ത ആളുകളൊക്കെ തിരിച്ചു. അത് ഉണ്ണികൃഷ്ണൻ, BJP നേതാവ് ഉണ്ണികൃഷ്ണൻ ആവട്ടെ, സുരേഷ് ഗോപിയുടെ ചേട്ടൻ സുഭാഷ് ഗോപി ആവട്ടെ, എല്ലാവരും തിരിച്ചുപോയി. അത് കള്ളവോട്ടല്ലാതെ മറ്റെന്താണ്? അല്ല, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ വോട്ട് കൊണ്ട് ചേർക്കുമെന്ന് പറഞ്ഞ നേതാക്കളുടെ ഏതാണ്ട് പാർട്ടിയാണ്. അവിടെ ഏതാ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ വോട്ട് ഇവിടെ കൊണ്ട് ചേർക്കും, ആര് വേണമെങ്കിൽ തടഞ്ഞോളൂ എന്ന് BJPയുടെ വക്താവ് ചാനലിൽ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ശ്രീ സതീഷ്, അല്ല അതെ ഇപ്പൊ അവിടെ തൃശ്ശൂര് സ്ഥിരതാമസമായി ആക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വോട്ട് ചേർക്കണ്ടേ? അല്ല, സ്ഥിരതാമസം അല്ലാന്നുള്ളതിലേക്കാണ്. നോക്കൂ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അല്ലല്ല, അത് നിൽക്കല്ലേ. SIR പ്രക്രിയയ്ക്ക് ശേഷം വന്ന കരട് വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ ചേട്ടനും BJP നേതാവ് ഉണ്ണികൃഷ്ണ വോട്ടുണ്ടോ? വോട്ടില്ല. സുരേഷ് ഗോപി അവിടെ വീടെടുത്ത് അവിടെ സുരേഷ് ഗോപിയുടെ ചേട്ടൻ വോട്ട് ചെയ്തിരുന്നു. ചേട്ടൻ ഇപ്പൊ വോട്ടില്ല. BJP നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്നു, ഇപ്പൊ വോട്ടില്ല. അജിംസ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്ഥിരതാമസമാക്കിയത് കേരളവർമ്മ കോളേജിലെ ഒരു ലെക്ചറുടെ വീട് വിറ്റു. എപ്പോ ഈ സുരേഷ് ഗോപി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഒറ്റ സമയമാണ് വീട് വിറ്റ് മാറിയത്? ഇപ്പൊ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പൊ ഇവരുടെ രണ്ടു കൂട്ടരുടെയും പേടി ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കള്ള വോട്ടുകളൊക്കെ വെട്ടിക്കളയും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പേടിയുടെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ കള്ള വോട്ടുകളൊന്നും ചേർത്തിട്ടില്ല. 58,828 വോട്ടാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. നോക്കൂ, 58,282 വോട്ടാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. 28% വോട്ട് വെട്ടിമാറ്റിയ SIR-ൽ. ഈ വോട്ടർമാർ ആരാണെന്ന് അറിയണ്ടേ BJPക്കും NDAക്കും? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രക്രിയ ചെയ്തിരുന്നെങ്കിൽ അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു. അപ്പൊ തൃശ്ശൂരോ? തൃശ്ശൂർ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? എന്ത്? ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രാജീവ് ജയിക്കുമായിരുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂരെ കാര്യമായിരുന്നാലും തിരുവനന്തപുരത്തെ കാര്യമായിരുന്നാലും ഇപ്പം ഇന്ത്യ അല്ല, സതീശൻ ഇപ്പൊ പറഞ്ഞു. സതീശൻ പറഞ്ഞതാണ് SIR നടപ്പാക്കിയിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു. എന്റെ ചോദ്യം, SIR നടപ്പാക്കിയിരുന്നെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? സുരേഷ് 78,000 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അല്ല, നിങ്ങൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ചെറിയ ഭൂരിപക്ഷത്തിനാണ് തോറ്റുപോയത്. ഓക്കെ, രാജീവ് ചന്ദ്രശേഖർ തോറ്റത് ഒരുപാട് വോട്ടിനല്ല. ഓക്കെ, SIR നടപ്പാക്കിയിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? ജയിക്കുമായിരുന്നു. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞില്ല ഇത്ര വോട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തെന്ന്. ഇതൊക്കെ കള്ളവോട്ടാണ്. ഇവർ രണ്ടു കൂട്ടരും ചേർത്ത കള്ളവോട്ടാണ്. അപ്പൊ അത് ഈ കള്ളവോട്ട് ഇവർക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പൊ ഈ സുഭാഷ് ഗോപിയും ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും ഒക്കെ ചെയ്ത വോട്ട് എങ്ങനെയാണ്? അതെന്തിനാണ് വെട്ടിമാറ്റിയത്? ഒറ്റ ചോദ്യം സതീശൻ. സുഭാഷ് ഗോപിയുടെയും സുരേഷ് ഗോപിയുടെ ചേട്ടൻ സുഭാഷ് ഗോപിയുടെയും BJP നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ വോട്ടുകൾ വെട്ടിമാറ്റിയത് പ്രക്രിയ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഒരു കാര്യം പ്രത്യേകം പറയാം. അതായത് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും എത്രയോ തൊഴിലാളികൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ എത്രയോ തൊഴിലാളികളുണ്ട്. അവരിവിടെ സ്ഥിരമായിട്ട് താമസിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവരിവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ. പക്ഷേ അവർക്ക് അവരുടെ നാട്ടിൽ വോട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഈ പ്രക്രിയ പ്രകാരം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒറ്റ സ്ഥലത്തെ വോട്ടുണ്ടാകുകയുള്ളൂ. മനസ്സിലായി? അതാണ് ഇവിടെ പ്രശ്നം. ആണല്ലോ സതീശൻ. ഇപ്പോഴത്തെ പ്രക്രിയ പ്രകാരം ഇന്ത്യയിൽ ഒരു സ്ഥലത്തെ വോട്ടുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണ് അങ്ങ് പറഞ്ഞത്. ശരി, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്ത സുഭാഷ് ഗോപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തായിരുന്നു വോട്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്താണ് വോട്ട് ചെയ്തത്. ഏതാ? നിങ്ങൾ സ്ഥിരതാമസമാണ് തൃശ്ശൂരിൽ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ ജ്യേഷ്ഠൻ സുഭാഷ് ഗോപി കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്നു. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്നു. ഇത് ഇരട്ടവോട്ടല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പട്ടികയും നിയമസഭ ലോകസഭാ പട്ടികയും രണ്ടാണ്. രണ്ടാണ്. എങ്ങനെയാണ് രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യാൻ പറ്റുക? രണ്ടാണ്, സമ്മതിച്ചു. ഈ നിങ്ങൾ തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരാണ് എന്ന് പറഞ്ഞ ആളുകളെ കുറിച്ചാണ് അവരെങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്നത്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്? ഇനി ഒറ്റ ചോദ്യം, എന്തുകൊണ്ടാണ്
ഈ വ്യാജ വോട്ടർമാരെന്ന് കണ്ടെത്തി, അൺട്രേസബിൾ വോട്ടേഴ്സ് എന്ന് കണ്ടെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കുന്ന ആളുകളെല്ലാം BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മാത്രമാവുന്നത്? ഇപ്പം നിജേഷ് ഇവിടെ പറഞ്ഞല്ലോ, നിജേഷ് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. BJPക്ക് എഡ്ജുള്ള സ്ഥലങ്ങളിൽ ഇത് അപകടമാണെന്ന് പറഞ്ഞല്ലോ. അത് തന്നെ കാരണം. അപകടമാണ്, മനസ്സിലായോ? നിങ്ങൾ കള്ളവോട്ട് അവിടുത്തെ യഥാർത്ഥ കള്ളവോട്ടുകൾ പോയി കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമായിരുന്നു. SIR നേരത്തെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കോവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം വോട്ട് ഞങ്ങൾ വെട്ടിമാറ്റുമായിരുന്നു, ഞങ്ങൾ ജയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂരിലേക്കല്ല പറഞ്ഞത്. ആ വെട്ടിമാറ്റൽ പ്രക്രിയ നടക്കാത്തത് കൊണ്ടാണ് ശശി തരൂർ അവിടെ ജയിച്ചത്. അതാണ് താങ്കൾ പറഞ്ഞത്. കള്ളവോട്ടുകൾ വെട്ടിമാറ്റുമെന്നാണ് പറഞ്ഞത്. കള്ളവോട്ടുകൾ വെട്ടിമാറ്റും. കള്ളവോട്ടുകൾ ഇരട്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ചോദ്യം നോക്കൂ സതീശൻ, കള്ളവോട്ടുകൾ വെട്ടിമാറ്റും എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ സതീശൻ ഒന്ന് കേൾക്കൂ പ്ലീസ്. കള്ളവോട്ടുകൾ വെട്ടിമാറ്റും, ഓക്കെ. അപ്പൊ തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ വെട്ടിമാറ്റിയുള്ളത്. കള്ളവോട്ടുകളായിരുന്നോ? ആ വോട്ടുകളാണോ സുരേഷ് ഗോപിക്ക് പോൾ ചെയ്തത്? ഇത് തൃശ്ശൂർ മാത്രമല്ലല്ലോ. തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തുണ്ട്. തൃശ്ശൂർ മാത്രമല്ലല്ലോ, പാലക്കാട്, വെട്ടിമാറ്റിയത് 24 വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, തൃശ്ശൂരിലെ മണ്ഡലങ്ങൾ, പാലക്കാട്. BJPക്ക് എവിടെയാണോ വോട്ടുള്ളത്, BJP എവിടെയാണോ 1-2 സ്ഥാനങ്ങളിൽ വരുന്നത്, അവിടെ എല്ലാം കള്ളവോട്ടാണ്. അതാണ് വെട്ടിമാറ്റിയിട്ടുള്ളത് സതീശൻ. അജ്ഞാത വോട്ടുകൾ, കള്ളവോട്ടെന്നും പറയാൻ പറ്റില്ല, അജ്ഞാത വോട്ടുകൾ. ഈ ആളെ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലാണ്. അത്തരം വോട്ടുകൾ, ആളെ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്തരം അജ്ഞാത വോട്ടുകൾ എന്തുകൊണ്ടാണ് BJP സ്വാധീന മണ്ഡലങ്ങളിൽ മാത്രം വരുന്നത്? സ്വാധീനം ഉള്ള മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ വരുന്നത്. അതാണ് നിജേഷ് ഇവിടെ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ അജ്ഞാത വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ട മണ്ഡലങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാം. എല്ലാ മണ്ഡലങ്ങളും, എല്ലാ മണ്ഡലങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള മണ്ഡലങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ കള്ളവോട്ടുകൾ ഉള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്ത് പ്രശ്നമുണ്ടായിരുന്നാലും ഈ പുതിയ നിയമപ്രകാരം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നിയമപ്രകാരം ഇതുപോലുള്ള ഇരട്ടിപ്പുകൾ, കള്ളവോട്ടുകൾ ഇതെല്ലാം നീക്കാൻ വേണ്ടിയാണെന്ന്. അപ്പൊ പിന്നെ ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നതിന് ആവശ്യമില്ലല്ലോ. ഇനിയും തെരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ. അപ്പൊ സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ടുകൊണ്ടാണെന്ന് സമ്മതിച്ചു. അപ്പൊ സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ടുകൊണ്ടാണെന്ന് സമ്മതിച്ചു. ആര് പറഞ്ഞു? ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നീക്കം ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നീക്കം ചെയ്തിട്ടുള്ളത്. വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചത്. ഓക്കെ, തൃശ്ശൂരിലും തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നീക്കം ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂരായിരുന്നെങ്കിൽ 78 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ 1,00,000 മേളിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി ചെയ്തിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ അങ്ങനെയാണെങ്കിൽ കള്ളവോട്ട് വെട്ടിയിരുന്നെങ്കിൽ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? ആ ചോദ്യത്തിന് കൂടി മറുപടി പറ. സുരേഷ് ഗോപി 1,00,000 മേളിൽ വോട്ട്. സുരേഷ് ഗോപിക്ക് ലഭിച്ചതൊക്കെ നല്ല വോട്ട്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് കിട്ടാതെ പോയതൊക്കെ കള്ളവോട്ട്, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂര് ഈ പ്രക്രിയ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ സുരേഷ് ഗോപി 1,50,000 വോട്ടിന് തൃശ്ശൂരും ജയിക്കുമായിരുന്നു, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ജയിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് SIR നടത്തി കള്ളവോട്ട് നീക്കിയിരുന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നു, അങ്ങനെയാണോ പറഞ്ഞത്? ഇരട്ടിയാകുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ സുഭാഷ് ഗോപിയുടെ വോട്ട് മാറ്റിയതിനാണ്, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വോട്ട് മാറ്റിയതിനാണ്, ഈ ഇരട്ട വോട്ടുകൾ മാറ്റിയതിനാണ് ഇപ്പോൾ ഇരട്ട. അതായത് സുരേഷ് ഗോപിയുടെ ജ്യേഷ്ഠൻ സുഭാഷ് ഗോപി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്താണ് വോട്ട് ചെയ്തത്. ഉണ്ണികൃഷ്ണ മാസ്റ്റർ തൃശ്ശൂരല്ല വോട്ട് ചെയ്തത്. അവരൊക്കെ എന്തിനാണ് ലോക്സഭ? ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും ലോകസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നറിയാമല്ലോ. ബന്ധമില്ല, പക്ഷെ സ്ഥിരതാമസം ഒരു സ്ഥലത്താവണമല്ലോ, വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താവണമല്ലോ. അത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ ഇപ്പം നേരത്തെ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ വോട്ട് ഒരു ബൂത്തിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ സഹോദരന് മറ്റ് ഡിവിഷനിലായിരുന്നു വോട്ട്, ലോക്കൽ ബോഡിയിലെ മറ്റ് ഡിവിഷനിലായിരുന്നു. അങ്ങനെ ഒരുപാട് അപാകതകളൊക്കെ ഉണ്ട്. അപാകതകൾ നിറഞ്ഞ ഒരു സമ്പ്രദായമാണ്. അതെല്ലാം മാറ്റാൻ വേണ്ടി, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംശുദ്ധമാക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു
പ്രക്രിയ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും സമാധാനമായിട്ട് എല്ലാവരും ഇതിനുവേണ്ടി സഹകരിക്കുകയാണ് വേണ്ടത്. ശരി, ഇപ്പൊ ആദ്യം ഇതിനെതിരായിട്ട് എനിക്ക് വോട്ടില്ല, ഞാൻ സഹകരിക്കാൻ തയ്യാറാണ്, എനിക്ക് വോട്ട് തന്നാൽ ഈ മതി. രണ്ടു കൂട്ടരും ഇപ്പൊ സഹകരിക്കുന്നുണ്ടല്ലോ. ഇന്ന് തന്നെ എനിക്ക് വോട്ടില്ല. ഞാൻ 2002 SAR പ്രക്രിയയിൽ പങ്കെടുത്ത അന്ന് വോട്ടുള്ള ആളാണ്. 2002 എനിക്ക് വോട്ടുള്ള ആളാണ്. ഞാൻ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ്. പക്ഷേ എനിക്കിപ്പോൾ വോട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് വോട്ട് തന്നിട്ടില്ല, അതാണ് പ്രശ്നം. അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അത്തരം ആശങ്കകൾ പോലും സതീശൻ്റെ പാർട്ടിക്ക് എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുന്നു. അതിഥികളിലേക്ക് തിരികെ ശ്രീ എ സമ്പത്ത്, ഈ 24 ലക്ഷം പേരുടെ വോട്ടില്ലായ്മ മുതൽ തന്നെ ആശങ്കപ്പെടേണ്ട ഒന്നാണ് ഇനിയുള്ള സമയങ്ങളിൽ ആരുടെ വോട്ട് ചേർക്കും എന്നുള്ളത്. കാരണം തൃശ്ശൂർ ഒരു ഉദാഹരണമാണ്. തൃശ്ശൂരിൽ CPI നേതാവ് VS സുനിൽകുമാർ, അന്നത്തെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്, അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ ഞങ്ങളറിയാത്ത പല വോട്ടർമാരും അതിൽ കാണുന്നു. അപ്പോൾ ഈ വോട്ടർമാർ ആര് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്, മുഖ്യ വരണാധികാരിയോട് ചോദിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ വോട്ടുള്ളവരൊക്കെ വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് സുനിൽകുമാറിൻ്റെ ഒരു ആക്ഷേപം. ഇനി യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഇതിൽ ആശങ്കയുള്ള രാഷ്ട്രീയ കക്ഷികൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ടത് ഈ അന്തിമ വോട്ടർ പട്ടികയിലേക്ക് തള്ളിക്കയറ്റുന്ന വോട്ടർമാർ ആരാണ് എന്നതാണ്. ഒഴിവാക്കിയവരെ കൂടാതെ ഇനി വരാൻ പോകുന്നവരും നിങ്ങൾക്ക് പ്രശ്നമാണ്. അജിംസ്, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഞാനിതിൽ അങ്ങനെ എൻ്റെ ഈ വർത്തമാനങ്ങളിലെല്ലാം രാഷ്ട്രീയം കടന്നു വരാൻ ഇടയുള്ളതാണ്. ഞാൻ ഈ ചർച്ചയിൽ അങ്ങനെ കഴിയുന്നതും രാഷ്ട്രീയം അങ്ങനെ ഒരു ആരോപണ പ്രത്യാരോപണത്തിനൊന്നും ഞാൻ മുതിരാത്തതാണ്. പക്ഷെ ചില വസ്തുതകളൊന്ന് പറഞ്ഞോട്ടെ. ഈ നമ്മളെല്ലാവരും തുല്യരാകുന്നത് നമുക്കെല്ലാവർക്കും ഓരോ വോട്ടുള്ളത് കൊണ്ടാണ് ആണല്ലോ. അതിന് പഴയ നാടുവാഴിയായാലും ശതകോടീശ്വരനായാലും ഒരു ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ആളായാലും തൊഴിലെടുത്ത് പണിയെടുത്ത് ജീവിക്കുന്ന ആളായാലും വീട്ടമ്മയായിരുന്നാലും ഇനി ജാതീയമായ ഉച്ചനീചത്വങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും തുല്യരാകുന്നത് അവിടെ മാത്രമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 5 കൊല്ലത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് രാജ്യത്ത് കിട്ടിയതായ വോട്ട് ശതമാനം എന്നത് 36.6% മാത്രമാണ്. ആ 36.6% വോട്ട് കിട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അന്ന് 303 ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു, വ്യക്തമായ ഭൂരിപക്ഷം. 1% വോട്ട് കുറഞ്ഞു, 1% വോട്ട് ഇന്ത്യയിൽ കുറഞ്ഞു. ആ 1% വോട്ട് കുറഞ്ഞപ്പോൾ 63 ലോക്സഭാ MP-മാരുടെ എണ്ണം ഇടിഞ്ഞു, 240ലേക്ക് താണു. 400-നപ്പുറത്തേക്ക് പോകും എന്ന് വീമ്പിളക്കിയതായ അങ്ങനെ പ്രചണ്ഡമായ പ്രചരണം നടത്തിയ രാഷ്ട്രീയ പാർട്ടി 240ലേക്ക് താണു. 2 പ്രാദേശിക പാർട്ടികളുടെ കൂട്ടുകൂടി അങ്ങനെ ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭരണഘടനയ്ക്ക് പുറത്തുനിന്ന് ഭരണഘടനയെ ആക്രമിക്കുന്നത് കൂടാതെ തന്നെ ഭരണഘടനയ്ക്കകത്തു നിന്ന് അതിൻ്റേതായിട്ടുള്ള എല്ലാ അനുച്ഛേദങ്ങളും ഭാഗങ്ങളും ഷെഡ്യൂളുകളും അത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അകത്തുനിന്ന് തുരക്കുന്ന പണി കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വളരെ നിഷ്കളങ്കമെന്ന് തോന്നുന്ന നിലയിലേക്ക് പറയുമ്പോൾ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ മറുപടിയില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ ഡ്യൂപ്ലിക്കേഷനെ സംബന്ധിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ എന്തേ ഇതുവരെ പ്രവർത്തിപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നൊരു ചോദ്യം CPIM ഉന്നയിച്ചു. 2025 ആണ്ട് മെയ് മാസം 10-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തതായിട്ടുള്ള ഒരു നിവേദനത്തിന് ശേഷം ഈ ഓഗസ്റ്റ് മാസം 2025 ആണ്ട് ഓഗസ്റ്റ് മാസം വീണ്ടും CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുക്ക് ഒരു നിവേദനം നൽകി. രണ്ടിനും യാതൊരു മറുപടിയുമില്ല, തീരുന്നില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ടടക്കം നിരവധി നിവേദനങ്ങൾ നൽകി, പരാതികൾ നൽകി. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു പരിശോധനയുമില്ല. ഇവിടെ ഇപ്പോൾ BJPക്ക് മാത്രം പരാതിയില്ല എന്ന് പറഞ്ഞാൽ പോക്കറ്റടിക്കാരന് പരാതി ഒരിക്കലും ഉണ്ടാവാറില്ല. ഇവിടെ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നതായിട്ടുള്ള നമ്മളെല്ലാം ഈ ലജ്ജിക്കുന്നതായിട്ടുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകമുണ്ട്. പ്രതികളാരാ? BJPയുടെ പ്രവർത്തകരല്ലേ, പ്രാദേശിക നേതാക്കളല്ലേ ആ പ്രതികൾ? എന്തിൻ്റെ പേരിലാണ് തല്ലിക്കൊന്നത്? ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി വന്നവനാണ് എന്ന് പറഞ്ഞാണല്ലോ അയാളെ തല്ലിക്കൊന്നത്. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, ഇനി പ്രത്യേകിച്ച് ആരെയും വ്രണപ്പെടുത്താനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചെയ്യാമോ? അല്ല, അനധികൃതമായി വന്നാലും ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാമോ? ഒരു മൃഗത്തിന് നൽകുന്നതായിട്ടുള്ള പരിരക്ഷ പോലും ഒരു മനുഷ്യനൊരു പച്ച മനുഷ്യന് നൽകില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ സഹോദരിയെ അന്വേഷിച്ചാണ് വന്നത്. ഈ കേരളത്തിലാണ് ഇത് നടന്നത്. പല മാധ്യമങ്ങളും ഒളിച്ചു വയ്ക്കുകയാണ്.
ഈ പ്രതികൾ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ BJP ഇക്കാര്യത്തിൽ എടുക്കുന്ന അല്ലെങ്കിൽ NDA എടുക്കുന്ന ഒരു നിലപാട്, NDA അങ്ങനെ എടുക്കുന്നെങ്കിൽ മറ്റാരെങ്കിലും കൂടി അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ BJP എടുക്കുന്നത് മനസ്സിലാവാം, മറ്റേ NDAയിലെ ഘടകകക്ഷികളാണ് എന്നും അല്ല എന്നും വേണ്ടണം എന്നുള്ള നിലയിലേക്ക് അവർക്ക് ആ നിലപാട് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഞാൻ ചോദ്യം ചെയ്യുകയല്ല. അച്ഛൻ പത്തായത്തിലുമില്ല എന്നൊരു കുട്ടി, നിക്കറിട്ട കുട്ടി വീടിൻ്റെ മുകളിൽ കയറി നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ്, അച്ഛൻ പത്തായത്തിലുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 2 പേരുന്നയിച്ചു. നമ്മൾ ഇതുപോലൊരു ചർച്ചയിൽ ഒരാഴ്ച മുമ്പ് അശോക് ലവാസ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയുണ്ടായി. ഈ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ഉണ്ട്, ജനിച്ചാൽ രജിസ്റ്റർ ചെയ്യുക, മരിച്ചാൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളൊരു കാര്യം. ജനനം ഉത്തരേന്ത്യയിൽ പലയിടത്തും രജിസ്റ്റർ ചെയ്യപ്പെടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഈ മരണത്തെ സംബന്ധിച്ച്, കാരണം ഒരു ഹ്യൂമൻ ബോഡിയാണ്, അതിനെ സംബന്ധിച്ച് വക്കീലന്മാരുടെ ഭാഷയിൽ പറയും ദ ഇൻവയബിലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മരണം രജിസ്റ്റർ ചെയ്തേ മതിയാവൂ. എവിടെ? പഞ്ചായത്തിൽ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിലൊക്കെ തന്നെ. ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി നിങ്ങളൊന്ന് നോക്കൂ. അതിനകത്ത് ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അശോക് ലവാസ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. 4 മാസക്കാലം കൊണ്ട് അവിടെയുള്ള ഈ മരണനിരക്കിൽ വലിയ ക്വാണ്ടം ജമ്പ് ഉണ്ടായോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനേക്കാൾ എത്രയോ ഇരട്ടിയായി വോട്ടർ പട്ടികയിൽ നിന്ന് മരിച്ചവരെന്ന് പറഞ്ഞ് വെട്ടി മാറ്റുകയാണ്. ഇങ്ങനെയെല്ലാം സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം കള്ളവോട്ടാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിയാണോ? അത്തരം കാര്യങ്ങളിൽ ഇവിടെ ഈ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല? തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അവരെല്ലാം കള്ളവോട്ടർമാരാവോ? ഇല്ലല്ലോ. പല കാരണങ്ങളാൽ ജോലി തേടി പലയിടത്ത് പോയിട്ടുള്ള ആളുകളാണ്. അതിൽ മലയാളികളും ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് ജോലി തേടി വന്നവരും എല്ലാം ഉണ്ട്. അവരുടേതായിട്ടുള്ള ഈ നാട്ടിലെ ഈ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം, ആസ്തിയുടെ സ്വത്തിൻ്റെ കേന്ദ്രീകരണം, പണത്തിൻ്റെ കേന്ദ്രീകരണം, അത് ഈ നമ്മുടെ ഈ സാമ്പത്തിക പിരമിഡിൽ മുകളിൽ 1% കയ്യിൽ 1% ആളുകളുടെ കുടുംബത്തിൻ്റെ കയ്യിൽ 40% അതെത്തുമ്പോൾ രാഷ്ട്രീയ അധികാരവും അത്തരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തുന്നതായ കുറേ ശ്രമങ്ങളുണ്ട്. നമ്മൾ അതിനെ അങ്ങനെ ന്യായീകരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം, നീതിപൂർവമായിരിക്കണം. അത് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന നിലയിലായിരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി മാറുകയോ എക്സിക്യൂട്ടീവിൻ്റെ ബി ടീമായി മാറുകയോ അല്ല ചെയ്യേണ്ടത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിൻ്റേതായിട്ടുള്ളൊരു പദവിയുണ്ട്, ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ഭരണഘടനാ ചുമതലയിൽ നിന്ന് ഒളിച്ചോടാനായി അതിന് കഴിയില്ല. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഈ വോട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, വോട്ടുണ്ടായിട്ടും വോട്ട് ചെയ്യുന്നോ ഇല്ലോ എന്നുള്ളതല്ല പ്രശ്നം. വോട്ടില്ലാത്ത 2ാം കിട പൗരന്മാരായി ഒരു വിഭാഗം ആളുകളെ ഞങ്ങൾ മാറ്റും എന്ന് എഴുതി വയ്ക്കുകയും പ്രഖ്യാപിക്കുകയും നിരന്തരം പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യ ഭരിക്കുകയാണ്. അപ്പോൾ വോട്ടില്ലാതാവുക എന്നാൽ പൗരത്വമില്ലാതാവുക എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവരുടെ ആശങ്ക വളരെ ജെന്യുവിനാണ്. അവരാണ് ഒരുപക്ഷെ ഏറ്റവും ഭീതിയിൽ കഴിയുന്നവരും. ആ ഭീതിയെ രാഷ്ട്രീയ കക്ഷികൾ അഡ്രസ്സ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ജിംസ്. അപ്പോൾ നമുക്കറിയാം 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BJP വളരെ നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. BJP അല്ല, സഖ്യ കക്ഷികളോടുകൂടി. നമ്മൾ ആ അധ്യായം അവസാനിച്ചു എന്ന് കരുതിയപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഗവേഷണം ഈ വിഷയത്തിൽ നടക്കുന്നത്. നേരത്തെ MP-മാരെ റാഞ്ചിക്കൊണ്ടാണ്, MLA-മാരെ റാഞ്ചിക്കൊണ്ടാണ് ഭരണം പിടിച്ചത് എങ്കിൽ ഈ തവണ വളരെ ശാസ്ത്രീയമായ തട്ടിപ്പ് നടത്തിയിട്ടാണ് അധികാരത്തിൽ വന്നത് എന്ന് ഉദാഹരണ സഹിതം രാഹുൽ ഗാന്ധി തെളിയിച്ചപ്പോഴാണ് ഇന്ത്യയിലെ പൗരന്മാർ, ഇപ്പോൾ അജിംസിനെ പോലെയുള്ള ആളുകളുടെ മനസ്സിനകത്തേക്ക് ഇങ്ങനെയൊരു കാര്യം, ഇന്ത്യയിലെ സാധാരണക്കാരൻ അലേർട്ടായ ഒരു സംഭവം മഹാദേവപുരയിലെ ഇലക്ഷനായിരുന്നു. അവിടെ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിച്ചു. ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിലായിരുന്നു തട്ടിപ്പ് നടത്താൻ നോക്കിയത്. പിന്നീട് സ്വന്തക്കാരെ അവിടെ നിയമിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ശാസ്ത്രീയമായി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കി അത് കൃത്യമായി കേരളത്തിൽ വരെ നമ്മളെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് നടപ്പിലാക്കി. ഒരു വീട്ടിനകത്ത് 800ഉം 900ഉം ആളുകൾ വോട്ട് ചെയ്തു. അച്ഛൻ്റെ പേര് Xും Yും Zുമായി വന്നു. 0 വോട്ടർ പട്ടിക വന്നു. ആ മഹാദേവപുരയിലെ ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേവരെ ഉത്തരം നൽകിയിട്ടില്ല. ആ ഉത്തരം നൽകി വളരെ എന്താ പറയുക, ഒരു മറുപടി പോലും പറയാൻ സാധിക്കാത്ത തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അനന്തിലെ കേസ് വന്നു. ആ സമയത്ത് പറഞ്ഞു അങ്ങനെ ഡിലീഷൻ നടക്കില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി തെളിയിച്ചു. ആ ഡിലീഷൻ നടത്തിയ ആളുകളെ രാത്രി നട്ടപ്പാതിരയ്ക്ക് ഒരു ഒരു വാട്സപ്പ് ഒരു മെസ്സേജ് കൊണ്ട് ഡിലീറ്റ് ചെയ്ത ആളുകളുടെ കണക്ക് അവിടെ അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി മുന്നോട്ട് വെച്ചു. അതിന് ഇതുവരെ ഒരു കൃത്യമായ മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. വീണ്ടും ആ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തുടനീളം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിസർച്ച് ഞാൻ ചോദിക്കട്ടെ,
ആ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്ന് പറയുന്ന പ്രഖ്യാപനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനം, അതിനുശേഷം നടന്ന ഇന്ത്യ രാജ്യത്ത് നടന്ന ബഹുജന സമരങ്ങൾ, അതല്ലേ യഥാർത്ഥത്തിൽ ഇതുപോലെയൊരു തട്ടിപ്പ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് സാധാരണക്കാരന്, പ്രത്യേകിച്ചും ഈ SIR കാലത്ത് കേരളത്തിലെ ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടി വളരെ അലേർട്ട് ആയിക്കൊണ്ട് ഈ SIR ഫോം തിരിച്ചു കൊടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതിനെ ജനകീയവൽക്കരിച്ചാൽ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ BJP-കാരും ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾ പരാതി കൊടുക്കൂ, നിങ്ങൾ കോടതിയിൽ പോകൂ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി തരൂ. രാഹുൽ ഗാന്ധി അവിടെ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ടില്ല, ഞങ്ങൾ ജനങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് കേവലം ഒരു കോടതി മുറിക്കകത്ത് ചർച്ച ചെയ്ത് വിധി പറയേണ്ട കാര്യമല്ല, മറിച്ച് ഇന്ത്യയിലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വോട്ടവകാശം എന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെങ്കിൽ ഇതിൽ ബോധവൽക്കരണം നടക്കണം. ഞാൻ ആ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ജനങ്ങൾ ചിന്തിക്കട്ടെ. അവിടെ വെച്ചാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയത്. എൻ്റെ അവകാശത്തിനെ നിഷേധിക്കുന്നവർക്ക് എതിരെയുള്ള ഒരു പോരാട്ടം ഈ ജനാധിപത്യ രാജ്യത്ത് നടത്തണം എന്ന ഒരു ബോധം ഇന്ത്യക്കാരനിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശാസ്ത്രീയമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന കഴിഞ്ഞ കുറേ കാലമായിക്കൊണ്ട് പല വഴികളിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ച ആളുകൾ, പല വഴികളിലൂടെ ഒരു ബ്രോഡർ പാൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവാണ്. നമ്മൾ കേരളത്തിലേക്ക് വരിക. കേരളത്തിൽ വന്നാൽ ഞാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ച ഉദാഹരണങ്ങൾ, ഏറ്റവും കൂടുതൽ അജ്ഞാത വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടത് BJP 1-2 സ്ഥാനങ്ങളുള്ള നിയോജകമണ്ഡലമെന്നാണ് കണക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ട കരട് വോട്ടർ പട്ടിക പ്രകാരമുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ കള്ളവോട്ടുകൾ നീക്കം ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയോജക മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയോജക മണ്ഡലങ്ങളിൽ ആണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഇതുപോലെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്, UDF ആണ്. നിങ്ങൾക്ക് ആ ഒരു ആശങ്കയില്ലേ ഇനി ചേർക്കാൻ പോകുന്ന വോട്ടുകളെ കുറിച്ച്? അല്ല, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്നാൽ ഞങ്ങൾക്കതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ഞാനതുകൊണ്ടാണ് നേരത്തെ പാലക്കാടിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ഇത് എല്ലാ കാലവും BJP ചെയ്യുക, ഞങ്ങൾ സഹിക്കുക എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള പണി ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ നമ്മുടെ NDAയുടെ പ്രതി പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു. കാരണം നമ്മൾ മഹാദേവപുരയിലൂടെ കുറച്ച് വോട്ടുകളെ അലന്തിനെ പോലെ വെട്ടിമാറ്റിയിരുന്നെങ്കിൽ, കോവളത്തെ വോട്ട് വെട്ടിമാറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ എന്ന് ഒരു ചാനലിൽ വന്ന് പറയാൻ NDA പ്രതിനിധിക്ക് യാതൊരു പ്രയാസവുമില്ല. ഒരു പ്രയാസവുമില്ല. 10 വോട്ട് കോവളം ഉദാഹരണമായി പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വന്ന മണ്ഡലങ്ങൾ കോവളമാണല്ലോ. കോവളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണല്ലോ കടലോര മേഖലയിൽ കൈവച്ചു കഴിഞ്ഞാൽ കത്തി വെച്ചുകൊണ്ട് കുറെ പേരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ ജയിക്കാമായിരുന്നു. ഞാൻ ശ്രീ സതീഷിനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം: നിങ്ങൾ അങ്ങനെ ആധികാരികമായി ഞങ്ങൾ ജയിച്ചേനെ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കേസ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തോ? രാജീവ് ചന്ദ്രശേഖർ കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് നിങ്ങൾ ഇന്ന് ഒരു വർഷത്തിന് ശേഷം പറയുന്ന സമയത്ത് എല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളുമുള്ള BJPക്ക് അങ്ങനെയുള്ള കള്ളവോട്ടാണ് ശ്രീ ശശി തരൂരിനെ വിജയിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തുകൂടായിരുന്നോ? നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു മാതൃക കാണിച്ചു കൊടുത്തുകൂടായിരുന്നോ? ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അത് പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ തൃശ്ശൂർ മോഡൽ അവിടെ എത്തിക്കാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിച്ചുള്ളൂ. അതിനപ്പുറത്ത് സാധിച്ചിട്ടില്ല എന്ന പ്രയാസവും കുറ്റബോധവുമാണ് നിങ്ങൾക്ക് ഉള്ളത്. വാലിഡ് ക്വസ്റ്റ്യൻ ആണ് സതീശൻ. കാരണം ബീഹാറിൽ 66 ലക്ഷം കള്ളവോട്ട് നീക്കം ചെയ്തു. കള്ളവോട്ടാണല്ലോ. BJP അതിനെ വ്യാഖ്യാനിക്കുന്നത് ബംഗ്ലാദേശി കുടിയേറ്റക്കാർ നുഴഞ്ഞു കയറിയെന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പുള്ള ബീഹാറിലെ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി ഇതാ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കള്ളവോട്ട് ചെയ്ത് എന്നെ തോപ്പിച്ചേ എന്ന് പറഞ്ഞ് കോടതിയിൽ പോയോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെറ്റീഷൻ കൊടുത്തോ? ഇല്ല. BJPക്ക് ഒരു പരാതിയേ ഇല്ല. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യയിൽ ഒരിടത്തും തോറ്റാൽ പോലും BJPക്ക് പരാതിയില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന കള്ളവോട്ടാണെങ്കിൽ? ഞാൻ ആദ്യം അതിനു മുമ്പ് നമ്മുടെ സുഹൃത്ത് ശ്രീ സമ്പത്തിന് ഒരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അതായത് ഇപ്പം നമ്മൾ SIRൻ്റെ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതിനിടയ്ക്ക് ആൾക്കൂട്ട കൊലപാതകത്തെ പറ്റി ഇവിടെ പറഞ്ഞു. ഈ ആൾക്കൂട്ട കൊലപാതകത്തിലെ CA2കാരനും പ്രതിയാണ്. അത് അദ്ദേഹത്തിന് അറിയില്ല. സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കണം, അവരുടെ പേരുകൾ ആരൊക്കെയാണ് പ്രതി, അവരുടെ പങ്കെന്താണ്, അവരുടെയൊക്കെ രാഷ്ട്രീയം ഏതാണെന്ന് ആദ്യം താങ്കൾ അന്വേഷിക്കണം.
അല്ലാതെ ആൾക്കൂട്ട കൊലപാതകം ആരൊക്കെയാണെന്ന് ആദ്യം അറിയുക. ഞങ്ങളറിയുന്നത് CA2കാരൻ വരെ അതിനകത്ത് പ്രതിയാണ്. മനസ്സിലായോ? അപ്പം നമ്മുടെ ഒരു ചാനലിൽ വന്നിരുന്ന് ഈ രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെപ്പറ്റി പേരൊന്ന് പറഞ്ഞേ. അത് ആ CA2കാരന്റെ പേരൊക്കെ സഖാവ് തന്നെയല്ലേ പേര് പറഞ്ഞത്? സഖാവ് തന്നെയല്ലേ പറഞ്ഞത്? അവിടെ ഞാൻ പറയുന്നു BJP-ക്കാർ RSS-കാർ തന്നെയാണ്. ആ പ്രതികളുടെ മുഴുവൻ പേരും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലുണ്ട്. ഞങ്ങളുടെ പാർട്ടി അംഗമായ ഒരാളെങ്കിലും പ്രതിയായിട്ടുണ്ടോ? അജിംസെ ഒറ്റ സെക്കൻഡ് CPIM-ലെ പാർട്ടി അംഗമായിട്ടുള്ള ഒരാളെങ്കിലും അതിൽ പ്രതിയായിട്ടുണ്ടോ? സതീശ പറയേ. അല്ല, നമ്മളൊരു മാന്യത പുലർത്തണമല്ലോ. എന്തും പറഞ്ഞിട്ടങ്ങ് പോവുക എന്നുള്ളതൊരു നല്ലതല്ല. ഇതൊരു കവലപ്രസംഗമല്ലല്ലോ. ഞാൻ പറഞ്ഞു ഈ പ്രതികളുടെ പേര് പറയൂ. ആരാണ് പ്രതികൾ? അവരുടെ പേര് പറയൂ. അല്ല, അതിൽ BJP-ക്കാരുണ്ടോ? പ്രതികളുടെ പേര് പറയൂ. അത് പറഞ്ഞാൽ മതി. ആൾക്കൂട്ട കൊലപാതകത്തിലെ പ്രതികളുടെ പേര് പറയൂ. BJP-ക്കാരുണ്ടോ? ഞാൻ ചോദിച്ച ആ പ്രതികളുടെ പേര് പറയട്ടെ. അല്ല, അതിൽ BJP-ക്കാരുണ്ടോ? പ്രതികൾ ആരാവട്ടെ? നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ മുന്നണി പരിശോധിച്ചോ? ഞങ്ങളുടെ പ്രവർത്തകരായാലും അതിൽ പങ്കെടുത്തൊന്ന് പരിശോധിച്ചോ? ഉണ്ടോ? ഇപ്പം നമ്മൾ SIR-ന്റെ ചർച്ച വരുമ്പോൾ അത് ചർച്ച ചെയ്യാതെ അതിന് ഇടയ്ക്ക് കയറി ഈ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ അതേ ബോധ്യം എനിക്കുമുണ്ട്. ഞാൻ ഇനിയും പറയും എന്ന് മാത്രമല്ല സതീശനെ വല്ലാതെ നോവണ്ട. മുഹമ്മദ് അഖ്ലാഖിനെ വീട്ടിലെ പശു സൂക്ഷിച്ചു എന്നാരോപിച്ച് ആൾക്കൂട്ട കൊലപാതകം നടത്തി 18 BJP പ്രതികള് ആ കേസ് പിൻവലിക്കാനായി UP-യിലെ ഗവൺമെന്റ് അങ്ങനെ കോടതിയിൽ നൽകിയതായിട്ടുള്ള ഹർജി കോടതി എടുത്ത് കളഞ്ഞതിന്റെ പിറ്റേന്നാണ് ഈ ചർച്ച നമ്മൾ നടത്തുന്നത്. അവിടെയും അത് നടന്നു. ഇവിടെയും BJP RSS-കാർ എന്ന് പറയുമ്പോൾ എന്റെ പാർട്ടിയെ പറ്റി നിങ്ങളുടെ പാർട്ടിക്കാരതിലുണ്ടോ? മറുപടി അതല്ലേ പറഞ്ഞേ. ഈ RSS BJP-ക്കാരുടെ പേര് പറയൂ. അല്ല, BJP-ക്കാരില്ലേ? ആരാണ്? BJP-ക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പേര് പറയൂ. ഓക്കെ, അല്ല, അവരുടെ പേര് പറയൂ. അതായത് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന ആൾ ഏത് പാർട്ടിക്കാരനാണ്? അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രമേതാണെന്ന് 80 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഈ ആൾക്കൂട്ട കൊലയിലെ ആൾക്കാരുടെ ജാതകം നോക്കിയപ്പോൾ ഗാന്ധിയെ വെടിവെച്ചു വന്ന ആൾ ഏത് പാർട്ടിക്കാരാണെന്ന് അറിയാം. ഗൗരവമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഇപ്പൊ വേറൊരു കാര്യം നിജേഷ് ഇവിടെ സംസാരിച്ച കോവളത്തെ കാര്യം. ഈ വോട്ടുകളൊക്കെ വെട്ടിമാറ്റി പോവാണ്. 2 മാസം ഇനിയുമുണ്ട് വോട്ട് ചേർക്കാൻ. 2 മാസം ഇത് പരിശോധിക്കാൻ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. 2 മാസം ഇനിയുമുണ്ട്. ഇവരെന്തിനാ പേടിക്കുന്നത്? എങ്ങനെ വെട്ടിമാറ്റുമെന്നാണ് പറയുന്നത്? ഒരൊറ്റ വോട്ടറേയും യഥാർത്ഥ വോട്ടർമാർക്കെല്ലാം വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടാകും. അത് പരിശോധിക്കാനുള്ള സമയം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലക്ക് ഈ ഉദ്യോഗസ്ഥരെ കൂടാതെ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും അവരെ സഹായിക്കണം. അവരെ സഹായിച്ചിട്ട് ഒരാൾക്ക് പോലും വോട്ടില്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും ഇറങ്ങണം. അതിന് പേടിക്കേണ്ട ആവശ്യം എന്തുവാ? ഇനിയും 2 മാസമുണ്ട്. ഈ പ്രക്രിയയൊക്കെ തീരാൻ 2-3 മാസമുണ്ട്. വേണമെങ്കിൽ ഇനിയും ചിലപ്പോൾ ടൈം നീട്ടിക്കൊടുക്കും. പേടിക്കേണ്ട ആവശ്യം എന്തുവാ? ശുദ്ധീകരണം നടത്തട്ടെ. ഈ വോട്ടർ പട്ടികയൊക്കെ ശുദ്ധീകരണം നടത്തട്ടെ. ഇന്ത്യയിലെ ഒരാൾക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? വോട്ട് ചെയ്യാൻ പാടില്ല. മാലിന്യങ്ങൾ നീക്കം ചെയ്യലാണ്. അങ്ങനെയാണെങ്കിൽ ആ മാലിന്യമുള്ള വോട്ടർ പട്ടിക വെച്ചാണ് സുരേഷ് ഗോപി ജയിച്ചത്. ആ മാലിന്യമുള്ള വോട്ടർ പട്ടിക വെച്ചാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത്. അത് സംബന്ധിക്കാതെ വോട്ടർമാരുണ്ടല്ലോ. നിങ്ങൾ ഉപയോഗിച്ച വാക്യം തുറന്നാണ് ശുദ്ധികലശം നടത്തിയെങ്കിൽ ആ ശുദ്ധികലശം നടത്താത്ത വോട്ടർ പട്ടികയിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതെ, ശുദ്ധികലശം ചെയ്തിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1.5 ലക്ഷം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കേസിന് പോയില്ല? ഞാൻ തോറ്റത് കള്ളവോട്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കേസിന് പോയില്ല രാജീവ് ചന്ദ്രശേഖർ? നമ്മുടെ ഈ കേരളത്തിലെ ഈ കള്ളവോട്ട് എത്രയോ കാലമായി നടക്കുന്നതാണെന്ന് ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും അറിയാം. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ മരിച്ചവരുടെ വോട്ടുകൾ വരെ ചെയ്തു പോകുന്നില്ലേ? മരിച്ചവരുടെ വോട്ട് വരെ ചെയ്തു പോയിട്ടില്ലേ? നിങ്ങളല്ലേ മാറ്റേണ്ടത്. അതാ മാറണം. വെറുതെ വോട്ട് ജോലി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല.
കുറെ കാലമായി മാറാത്തത് കേരളത്തിൽ ഇങ്ങനെ മാറണം. നടക്കുന്നു. അത് ഇനിയും നടക്കാനല്ല. അതായത് നിങ്ങൾ വരുന്നു, അത് മാറ്റുന്നു. മരിച്ചവര് വന്ന് നിങ്ങളൊരു വോട്ട് ചെയ്യുന്ന കേസ് കൊടുക്കുന്നു. പ്രക്രിയ. നിങ്ങൾ കേസ് മരിച്ചവര് കൊടുക്കുന്നു. നിങ്ങൾ വോട്ട് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയോട് പ്രക്രിയ കേസ് വരാൻ കൊടുക്കാനല്ലേ പാടില്ല. പറഞ്ഞത്? ശ്രീ സതീഷ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് കേസ് കൊടുക്കാനല്ലേ പറഞ്ഞത്? ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ സതീശൻ. എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? സതീശൻ, ഞാൻ തൃശ്ശൂരിലൊരു ഉദാഹരണം പറയാം. ഒരു ഫ്ളാറ്റിൽ 22 വോട്ടർമാരൊക്കെയാണ്. അതായത് ഒരു 3 BHK ഫ്ളാറ്റിൽ 22 വോട്ടർമാരെ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് തൃശ്ശൂരിൽ? അതിനൊരു മറുപടി പറയാമോ? സുരേഷ് ഗോപി ജയിച്ച മണ്ഡലത്തിലെയാണ്. ഒരു മിനിറ്റ് തരുമോ ജിംസ്? ആ 22 പേരും BJP-കാരനാണെന്ന് പറയാൻ പറ്റൂ? അല്ല, അതെങ്ങനെ സംഭവിച്ചത്? അതിലൊന്നും അത് നിങ്ങൾക്ക് BJP പരാതിയില്ല. പറയാൻ പറ്റുമോ? 22 ഈ പേര്. കാര്യങ്ങളിലൊന്നും BJP-ക്ക് NDA-ക്ക് പരാതിയില്ല. അതാണ് പ്രശ്നം. അല്ല, അത് അസ്വാഭാവികമാണ്. പരാതി ഉണ്ടായതിന്റെ പേരിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ മുഴുവനും ഈ രീതിയിലൊരു പ്രക്രിയ കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, സമ്പത്ത്, അതായത് അല്ലെങ്കിൽ ഈ വെറുതെ തൃശ്ശൂർ ഒരു- ഉൾപ്പെടെ അതായത് വോട്ട് ഇതേപോലുള്ള ചോരി നടന്നിട്ടുണ്ട്. ക്രമക്കേടുകള് അവിടെ വ്യാജ വോട്ടർമാർ ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ടാകാൻ അത് പാടില്ല. മാറ്റാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നതെന്നാണ് വാദം. മറുപടി വളരെ പെട്ടെന്ന്. അതായത് വ്യാജ വോട്ടുകള്, ഇരട്ടിപ്പ്, ഇതെല്ലാം ഉണ്ട്. ശരി, ഇപ്പൊ തന്നെ സമ്പത്ത്. അജ്ഞാതരില്ലേ? എത്ര അജ്ഞാതരാണ് നമ്മുടെ കേരളത്തിലുള്ളത്? സമ്പത്ത്, അതെ, അദ്ദേഹം പറയുന്നതിൻ്റെ കാര്യം എത്രയേ ഉള്ളൂ. BJP-ക്കെതിരായി വോട്ട് ചെയ്യുന്നവരെല്ലാം രാജ്യവിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ്, ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരാണ്, ദേശ് കി ദുഷ്മനാണ്. അവരെല്ലാം ഇക്കാര്യത്തിൽ ബുൾഡോസ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഉത്തരേന്ത്യയിലെല്ലാം അങ്ങനെ ഭവനങ്ങൾ ബുൾഡോസ് ചെയ്ത് കളയുന്നത് പോലെ ചെയ്യുക. ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UP-യിലെ ഫാറൂഖാബാദ് ലോക്സഭാ മണ്ഡലം, അവിടെ BJP ജയിച്ചത് വെറും 2700 വോട്ടിനാണ്. അവിടെ സമാജ്വാദി പാർട്ടി ഇക്കാര്യത്തെ സംബന്ധിച്ച് പരാതികൾ നൽകിയത്, പരിശോധന നടത്തി, അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നീക്കം ചെയ്യേണ്ടി വന്നത് 32,000 വോട്ടുകളാണ്. ഒറ്റ ലോക്സഭാ മണ്ഡലത്തിലാണ്. UP-യിലെ മീററ്റിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചത് വെറും 10,000 വോട്ടിനാണ്. ഒരു വലിയ ലോക്സഭാ മണ്ഡലമാണ്, നമ്മുടെ ഇവിടുത്തേക്കാൾ വലുതാണ്. വെറും 10,000 വോട്ടിന് അവിടെ 60,000 വോട്ടുകളാണ് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബീഹാറിലെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ബീഹാറിലെ ഈ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വാൽമീകി നഗർ എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. ആ വാൽമീകി നഗർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ 5,000 വോട്ടുകളിൽ പുതുതായി കൂട്ടിച്ചേർത്തതാണ്. അതിൽ 1,000 പേരും ഉത്തർപ്രദേശുകാരാണ്. ഇതൊക്കെയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കെതിരായി വോട്ട് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ജനസമൂഹങ്ങളെ പാടെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അവർ വോട്ടർ പട്ടികയിൽ പേരേ ഉണ്ടാവാതിരിക്കുക. ഇവിടെ ഈ കഴിഞ്ഞ ജൂൺ 24 തോന്നുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് നമ്മുടെ ഈ സർ പ്രക്രിയ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തും എന്നാണ് ജിംസെ പറഞ്ഞത്. എന്തേ ആസാമിനെ മാത്രം അങ്ങ് ഒഴിവാക്കി കളഞ്ഞത്? ആസാം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ? മുമ്പ് 29 ആയിരുന്നു, ഇപ്പോൾ 28 സംസ്ഥാനമേ ഉള്ളൂ. ജമ്മു കാശ്മീർ സംസ്ഥാനം അല്ലാതാക്കി ഇന്ത്യ ഗവൺമെൻറ് മാറ്റിയത് കൊണ്ട് അല്ലേ? അപ്പോൾ ആ 28 സംസ്ഥാനങ്ങളിൽ ആസാം ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണല്ലോ. ആസാമിൽ ഈ പറയുന്ന പ്രക്രിയ ഇല്ല. എന്തുകൊണ്ടില്ല? ഇപ്പോഴും സുപ്രീം കോടതിയിൽ പോലും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വല്ലാതെ BJP ന്യായീകരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം വേട്ടനായ്ക്ക് പേടിക്കാനേ ഇല്ല ആരെയും ആക്രമിക്കാൻ. കാരണം തൊട്ടുപുറകിൽ വേട്ടക്കാരൻ തോക്കുമായി ഉണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നുണ്ട്, CBI വരുന്നുണ്ട്, IB വരുന്നുണ്ട്, ഇങ്ങനെ പലതും ഇനി വരുന്നുണ്ട്. നിലവിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയ കക്ഷികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും എത്രമാത്രം ജാഗരൂകരാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തും സംഭവിക്കാം. നന്ദി ശ്രീ സമ്പത്ത്, ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ സതീശൻ, ഇത്രയും സംസാരിച്ചതിനിട വേണം.